ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. വണക്കം 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 മക്കളെ, ഇറ്റ്സ് മീ അമീൻ സർ. ആദ്യമായിട്ടാണ് ഈ ചാനൽ വരുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മക്കളെ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഓരോ ചോദ്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതിന് ആൻസേഴ്സ് ഞാൻ ഷോർട്ട് ആക്കി എൻ്റെ മക്കൾക്ക് പഠിപ്പിച്ചു തരും. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് എൻ്റെ മക്കളൊന്ന് ലൈക്ക് ചെയ്യുക, എല്ലാ ഫ്രണ്ട്സും ഒന്ന് അയച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ഇതിലെ എല്ലാ ക്വസ്റ്റ്യൻസും പഠിച്ചു പോക്കോ, ഉറപ്പിച്ചോ ഈ ചോദ്യങ്ങളൊക്കെ വന്നിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യങ്ങൾ ഞാൻ വെച്ച് തന്നിരിക്കുന്നത്. നിങ്ങൾ തമിഴയും കണ്ടതുപോലെ നിങ്ങൾ ഇത് എന്ത് ചെയ്യില്ല, ഒരിക്കൽ നിങ്ങൾക്ക് ഇത് പഠിച്ച് ഇത്ര ഉണ്ടാവുള്ളൂ. സാർ അന്ന് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നോക്കാതെ പോയല്ലോ എന്നുള്ളത്. അതുകൊണ്ട് ഇതിൽ എന്തായാലും നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, എൻ്റെ മക്കൾ പഠിക്കണം. സോ ഞാൻ ഓരോന്നും നോക്കിയാലോ. ആദ്യം നമുക്ക് എടുക്കാം ശിലായുഗത്തിൽ നിന്നും മുന്നോട്ട്, അത് മൂവിങ് ഫോർവേഡ് ഫ്രം ദ സ്റ്റോൺ ഏജ് എന്ന ചാപ്റ്റർ എടുക്കുകയാണെങ്കിൽ ആ ചാപ്റ്റർ നമുക്ക് ടോട്ടലായിട്ട് മൊത്തം പഠിക്കാനുള്ളത് ഇത്ര കാര്യമുള്ളൂ. എന്താണ് ശിലായുഗം, ശിലായുഗത്തിന് എങ്ങനെയാണ് ലോഹയുഗത്തിലേക്ക് എത്തുന്ന കാര്യം പഠിച്ച കഴിഞ്ഞു. അത് കല്ലുകൊണ്ടുള്ള കാലഘട്ടം. ഇനി ആ കാലഘട്ടം 3 രീതിയിലാണ് എന്ത് ചെയ്ത് മാറ്റിയത്. അതിന് ആയുധങ്ങൾക്ക് മാറ്റം അനുസരിച്ചാണ് ഓരോ കാലഘട്ടം. അതിലൊന്നാണ് പ്രാചീന ശിലായുഗം, മധ്യശിലായുഗം, നവീന ശിലായുഗം. ഇങ്ങനെ 3 കാലഘട്ടം ഉണ്ട്. ഓരോ കാലഘട്ടത്തിൽ കല്ലിന് മാറ്റം വരുന്നുണ്ട്. ആ കല്ലിന് മാറ്റം അനുസരിച്ച് ജീവിത രീതിയിലും തൊഴിലിലും മാറ്റം വരുന്നുണ്ട്. ആ മാറ്റങ്ങളാണ് അത് കൃത്യമായിട്ട് എങ്ങനെയാണെന്നുള്ളത് ഇന്ന് രാത്രി 7 മണിയുടെ ലൈവ് ഞാൻ പറഞ്ഞു തരുന്നുണ്ട് നിങ്ങൾക്ക്. ഓക്കെ, അത് കഴിഞ്ഞ ശേഷം എന്ത് ചെയ്തു, ലോഹയുഗത്തിലെത്തി. വെങ്കൽ യുഗവും അതേപോലെ ഇരുമ്പ് യുഗം. ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ ഇതിൽ ഒരു യുഗം പഠിക്കണ്ട, ഒരു യുഗം മാത്രം പഠിച്ചാൽ മതി. ഏതാണെന്നല്ലേ ഈ ക്ലാസ്സിന് ലാസ്റ്റ് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഇതാണ് ഈ ചാപ്റ്ററിലുള്ളത്. അപ്പൊ നിങ്ങൾ ഡൗട്ട് ഉണ്ടാവും, സാർ ഇതിന് എന്തൊക്കെ ചോദിക്കാന്നുള്ളത്. പ്രാചീന ശിലായുഗത്തിൽ നിങ്ങൾക്ക് ചോദിക്കാം ഒരൊറ്റ ചോദ്യമാണ് എല്ലാ പ്രാവശ്യവും. കഴിഞ്ഞ വർഷം, അതിന് മുന്നേ 2 വർഷമായിട്ട് ബുക്ക് ഇറങ്ങിയിട്ട് ആ 2 വർഷമായിട്ട് കണ്ടിന്യൂസ്ലി ചോദിക്കുന്ന ചോദ്യം ഇതാണ്. നോക്കാം കേട്ടോ. ആർക്കിയോളജിസ്റ്റ് പോയിന്റഡ് ഔട്ട് that there were 3 main stages of use of tools. Which are they? ആദിമ മനുഷ്യരുടെ ഉപകരണങ്ങളുടെ ഉപയോഗത്തിലുണ്ടായിരുന്ന പ്രധാന ഘട്ടങ്ങൾ. പ്രാചീന കാലത്തിൽ റഫ് സ്റ്റോൺ ടൂൾസ് യൂസ് ചെയ്തിരുന്നത്. സിമ്പിൾ ആയിട്ട് കേട്ടോ, റഫ് സ്റ്റോൺ ടൂൾസ് യൂസ് ചെയ്യുന്നത്. പക്ഷെ അത് അങ്ങനെയല്ല ചോദിക്കുക. ആ റഫ് സ്റ്റോൺ ടൂൾസ് 3 ഘട്ടങ്ങളായിട്ടാണ് ആ റഫ് സ്റ്റോൺ ടൂൾസ് വന്നത്. ആ ഘട്ടങ്ങൾ സിമ്പിളാണ്, ആ പേരുകളാണ് ആദ്യം പഠിച്ചേണ്ടത്. നോക്കുക, യൂട്ടിലൈസേഷൻ, ഫാഷനിങ്, സ്റ്റാൻഡർഡൈസേഷൻ. ഇംഗ്ലീഷ് മീഡിയംകാർക്ക് കിട്ടും, മലയാളം മീഡിയംകാർക്കാണ് പേര് തെറ്റാൻ ചാൻസ് ഉള്ളത്. നന്നായിട്ട് മനസ്സിലാക്കാം. ആദ്യം പ്രയോജനപ്പെടുത്തുക, പിന്നെ രൂപമാറ്റം വരുത്തുക, പിന്നെ ക്രമവൽക്കരിക്കുക. എങ്ങനെയുണ്ട് ഇപ്പൊ മറ്റേ കലിപ്പങ്കാന്താരി ചെയ്യുന്ന ആലോചിച്ചാൽ മതി. ആദ്യം എന്ത് ചെയ്യും, കൃത്യമായിട്ട് എന്ത് ചെയ്യും, നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യും, ഓളെ കാര്യങ്ങളൊക്കെ കൺസേൺ ചെയ്യും. പിന്നെ എന്ത് ചെയ്യും, നമുക്കനുസരിച്ച് മാറ്റും. പിന്നെ എന്ത് ചെയ്യും, ക്രമവൽക്കരിക്കും. നമ്മൾ അടിപൊളിയായിട്ടുള്ള ഒരു മോളാക്കി മാറ്റും. നിങ്ങൾ ആലോചിച്ചേക്കാം, നിങ്ങൾക്ക് എങ്ങനെ വേണം ആലോചിക്കണം. ഞാൻ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് പറഞ്ഞതുള്ളൂ. ഇപ്പൊ നിങ്ങൾ എടുത്താൽ മതി. ഇപ്പൊ നിങ്ങൾ ആലോചിക്കാം, നിങ്ങൾക്ക് ഒരു പൂച്ചനെ കിട്ടി. നിങ്ങൾക്ക് പൂച്ചനെ കിട്ടി, ആദ്യം ചെയ്യും അതിനെ കൊഞ്ചിച്ച് വളർത്തിയൊക്കെ എടുത്തും പ്രയോജനപ്പെടുത്തും. പിന്നെ എന്ത് ചെയ്യും, നമുക്ക് അനുസരിച്ച് എന്ത് ചെയ്യും, അതിനെ മാറ്റും. ചാടാനും സിറ്റൗണും എവിടെയാണ് കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് രൂപം മാറ്റം വരുത്തും. പിന്നെ എന്ത് ചെയ്യും, നമുക്കായിട്ട് ക്രമവൽക്കരിക്കും. അതന്നെ ഫാഷനിങ്, യൂട്ടിലൈസേഷൻ, ഫാഷൻ, സ്റ്റാൻഡർഡൈസേഷൻ. കൃത്യമായിട്ട് ഇത് മാത്രം പോരാ, അതിന്റെ പേരും കൂടി പഠിച്ചേക്കണേ. നോക്കിക്കോളി, അവൈലബിൾ സ്റ്റോൺ വിത്തൗട്ട് ചേഞ്ചിങ് ദെയർ ഷേപ്പ്. കണ്ടല്ലോ, ആവശ്യാനുസരണം എന്ത് ചെയ്യില്ല, വിത്തൗട്ട് ചേഞ്ച് ചെയ്യുന്നതാണ്. അതായത് ലഭ്യമായ കല്ലിന് രൂപം മാറ്റം വരുത്താതെ, വിത്തൗട്ട് ചേഞ്ചിങ് ആണ്. അഥവാ രൂപമാറ്റം വരുത്താതെ സാധാ ഇപ്പൊ കിട്ടിയ കല്ല് സാധാ പോലെ യൂസ് ചെയ്യുന്നതാണ് പ്രയോജനപ്പെടുത്തൽ. ഞാൻ പൂച്ചല്ലോ കിട്ടിയ അവൈലബിൾ സ്റ്റോൺ ഒരു അവൈലബിൾ ക്യാൻ വിത്തൗട്ട് ചേഞ്ചിങ് ദർ എനി, എന്താ പറയാ, ഒന്നുമില്ലാത്ത രീതിയിൽ അതല്ലേക്കാതെ. പിന്നെന്ത് ചെയ്യും, നമ്മൾ എന്ത് ചെയ്യും, നമുക്കനുസരിച്ച് എന്ത് ചെയ്യും, അതിനെ മാറ്റും. അതാണ് ഫാഷനിങ്. നോക്കിക്കോളി, അവൈലബിൾ സ്റ്റോണിങ്, ചേഞ്ചിങ് ദ ഷേപ്പ് അക്കോർഡിംഗ് ടു നീഡ്. നമുക്ക് എന്താണ് ആവശ്യം അതിനനുസരിച്ച് എന്ത് ചെയ്യും, അതിനെ കുറച്ചുകൂടി മാറ്റം വരുത്തും. അടുത്തെടുക്കുക, എന്ത്, ക്രമവൽക്കരണം എന്ന് പറയും. നോക്കിക്കോളി, മെത്തേഡ് ഓഫ് മേക്കിംഗ് സ്പെസിഫിക് ടൂൾ ഫോർ ഈച്ച് പർപ്പസ്. ഓരോന്നും എന്ത് ചെയ്യും, അതിനെ മാറ്റങ്ങളാക്കി മാറ്റും. ഓരോ ആവശ്യത്തിനും പ്രത്യേക തരം ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന രീതിയിലേക്ക് മാറ്റിയിരിക്കും. അപ്പം ഈ 3 പഠിച്ചേക്കാം. യൂട്ടിലൈസേഷൻ, ഫാഷനിങ്, സ്റ്റാൻഡർഡൈസേഷൻ. ഇതാണ് കൃത്യമായിട്ട് ചോദിക്കുക പ്രാചീന ശിലായുഗത്തിൽ. ഇനി മധ്യശിലായുഗത്തിൽ നിങ്ങൾ ചോദിക്കാൻ പോകുന്ന ചോദ്യം എങ്ങനെയൊക്കെ അറിയാം. മധ്യശിലായുഗം മാത്രം വെച്ചിട്ടല്ല, പ്രാചീന ശിലായുഗങ്ങളും മധ്യശിലായുഗം തമ്മിലുള്ള താരതമ്യമാണ് ചോദിക്കുക. ഒരു താരതമ്യം എൻ്റെ മക്കൾക്ക് എക്സാമിന് ഉണ്ടായിരിക്കും. ചോദ്യമായിട്ട് ചോദ്യം പിടിച്ചോളി. നോക്കളി, പ്രാചീന ശിലായുഗം മധ്യശിലായുഗം ആണെങ്കിൽ നിങ്ങൾ ഇതിന്റെ ഉപകരണങ്ങളെ വ്യത്യാസം, ഉപജീവനം എങ്ങനെയായിരുന്നു, തൊഴിൽ വിഭജനം. പിന്നെ അതിന്റെ തെളിവും കൂടിയും കൊടുക്കുക, എക്സാമ്പിളും കൂടിയും കൊടുത്താൽ മതി. എക്സാമ്പിൾ പഠിക്കാൻ ഷോർട്ട് കട്ട് ഉണ്ട്. കാറ്റ് വരുന്നത് മൊത്തം എവിടേക്കും, പ്രാചീന ശിലായുഗേക്കും. കുറച്ച് ശ്രദ്ധ കൂടിയ, കട്ടി കൂടിയത് മൊത്തം മധ്യശിലായുഗേക്കും. അതാ ഷൗവറ്റ്, ലാസ്കോ, സർസിക് അങ്ങനെ വരുന്നതൊക്കെ, കാറ്റുള്ളതൊക്കെ എവിടെയാണ്, പ്രാചീന ശിലായുഗം. പക്ഷെ കത്തോട്ടിയ, ബിംബേഡ്ക, കട്ടി കൂടിയ വാക്കുകൾ മൊത്തം എവിടെ ഉണ്ടാവുക, മധ്യശിലായുഗേക്കും. അത് പഠിക്കാനുള്ള ഷോർട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് 7 മണിക്ക്. ബാക്കിൽ എന്ത് ചെയ്യാൻ മനസ്സിലാക്കുക. ഇവിടെ റഫ് സ്റ്റോൺ ടൂൾസ് ആണ്, ഇവിടെ മൈക്രോലിത്തിക് സ്റ്റോൺ ടൂൾസ് ആണ്. കണ്ടല്ലോ, റഫും യൂസ് ഓഫ് ഫൈൻ ടൂൾസ് ആണ്. ഇവിടെ ഹണ്ടിങ് ആൻഡ് വേട്ടയാടും ശേഖരനാണെങ്കിൽ ഇവിടെ എന്തുണ്ടാ, പുറമേ
ഫിഷിംഗ് ഓൾസോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല പുരുഷന്മാർ വേട്ടയാടും, സ്ത്രീകൾ ശേഖരത്തിലാണ്. ഇവിടെ ലിംഗ അടിസ്ഥാനത്തിൽ തൊഴിൽ വിഭജനമുണ്ട്. ഇത് കൃത്യമായിട്ട് എൻ്റെ മക്കള് മനസ്സിലാക്കി വെക്കണം. അപ്പൊ ഇനി എൻ്റെ മക്കൾ ഡൗട്ട് ഉണ്ടാവും, നവീന ശിലായുഗമാണോ മധ്യശിലായുഗമാണോ പ്രാചീന ശിലായുഗമാണോ ഇമ്പോർട്ടന്റ്? ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാവേ, ഇതില് ഈ നവീന ശിലായുഗം ചോദിക്കാതെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറും പുറത്തിറക്കാൻ കഴിയൂല. കാരണം ഈ നവീന ശിലായുഗത്തിലാണ് ആദ്യമായിട്ട്, കണ്ടല്ലോ, പണ്ട് ഹണ്ടിങ്ങും ഗാദറിംഗ് ആണ്, ഫിഷിങ്ങും അമ്യൂസ്മെന്റ് ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ നവീന ശിലായുഗത്തിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം വന്നത്. എന്തൊക്കെ മാറ്റങ്ങൾ നിങ്ങൾക്ക് അറിയില്ലേ? ഒന്ന് അഗ്രികൾച്ചർ ആദ്യമായിട്ടും അതേപോലെ അനിമൽസിനെ ഡൊമസ്റ്റിക്കേഷൻ ഓഫ് അനിമൽസിനൊക്കെ വളർത്തി തുടങ്ങിയത് നവീന ശിലായുഗത്തിലാണ്. ഇതിൽ നിങ്ങൾക്ക് ചോദിക്കാൻ എന്താ അറിയോ? ഒന്ന്, എന്തിനേക്ക് പുതിയതായിട്ട്, അഥവാ ഇതുവരെ എല്ലാവരും ഫിഷിങ്ങും ഹണ്ടിങ്ങും ഗാദറിങ്ങും ഒക്കെ ആണെങ്കിലും ഒക്കെ കിട്ടുന്ന സാധനം, അത് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന സാധനം, അത് പ്രകൃതിയിൽ നമ്മൾ എന്തോ കൊടുത്തിട്ട് പ്രകൃതി തരുന്ന സാധനമായിട്ട് മാറിയിട്ടുണ്ട് അഗ്രികൾച്ചർ. വിത്ത് വിതച്ചാലല്ലേ ഉണ്ടാവുള്ളൂ. അഗ്രികൾച്ചറും അനിമൽസിനെ വളർത്താനുള്ള കാരണം എന്തുകൊണ്ടേക്ക് പുതിയ സാധനങ്ങൾ, അല്ലെങ്കിൽ നവീന ശിലായുഗത്തില് പുതിയ തൊഴിൽ മാർഗം വരാനുള്ള കാരണം എന്തൊക്കെ മാറ്റം, എവിടൊക്കെയാണ് വന്നത് എന്നുള്ള ഈ എവിടൊക്കെയാണെന്നുള്ള ചോദ്യം. ഈ 3 ചോദ്യം, എന്താണ് റീസൺ, നവീന ശിലായുഗത്തിൽ വന്ന റീസണ്, എന്തൊക്കെയാണ് ചേഞ്ചസ്, അത് പ്ലേസസ് എവിടേക്ക്, ഈ 3 ചോദ്യത്തിന് ആൻസർ പഠിച്ചു വെച്ചാൽ മതി. അങ്ങനെയാണ് പഠിച്ചു വെക്കേണ്ടത്. എൻ്റെ മക്കൾ മനസ്സിലാക്കി കേൾക്കുക. നിങ്ങൾ എന്ത് ചെയ്യും? നവീന ശിലായുഗം മൊത്തമായിട്ട് കാണാൻ പഠിക്കും. നിങ്ങൾ വേണ്ട, നവീന ശിലായുഗത്ത് വരാനുള്ള കാരണം, ഈ അഗ്രികൾച്ചർ ഡൊമസ്റ്റിക്കേഷൻ കാരണം വന്നപ്പോൾ ഉണ്ടായ മാറ്റങ്ങൾ, എന്തൊക്കെ പുതിയ തൊഴിലുകൾ വന്നു, എന്തൊക്കെ മാറ്റങ്ങൾ വന്നു, എവിടേക്കാണ് വന്നത്? 3 ചോദ്യങ്ങളും തരാം. ആ 3 ചോദ്യങ്ങൾ ചോദിക്കുള്ളൂ. ഒരു ചോദ്യം ഇങ്ങനെയൊക്കെ ചോദിക്കാം, ലെറ്റ് us see the factors that led the human to be an agriculture and domestication of animals. മൃഗങ്ങളെ ഇണക്കി വളർത്താനും കൃഷി ആരംഭിക്കാനും മനുഷ്യരെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തെല്ലാമായിരുന്നു നമുക്ക് നോക്കാം. ഇതന്നെ, എന്താണ് പുതിയ കാര്യങ്ങൾ തുടങ്ങാനുള്ള കാരണം? ഒന്ന്, പോപ്പുലേഷൻ ഗ്രോത്ത്. ഇത് പഠിക്കുമ്പോൾ ഇതിനെ കണക്ട് ചെയ്ത് ഈ പോയിന്റും പഠിച്ചേക്കാം. ഷോർട്ടേജ് ഓഫ് ഫുഡ് പ്രൊഡക്റ്റ്, അവിടെ എന്ത് ചെയ്തു? പോപ്പുലേഷൻ ഗ്രോത്ത് കൂടി, അപ്പൊ ഷോർട്ടേജ് ഓഫ് ഫുഡ് പ്രൊഡക്റ്റ് വന്നു. മാത്രമല്ല ചേഞ്ച് ഇൻ ടെക്നോളജി വന്നോടെ ഇൻക്രീസ് ഓഫ് ഹ്യൂമൻ സെറ്റിൽമെന്റ് സ്റ്റാർട്ട് ചെയ്തു. അഥവാ സാങ്കേതിക വിദ്യയിൽ മാറ്റം വന്നോടെ മനുഷ്യർക്ക് എന്ത് ചെയ്തു? അത് വന്നു. അപ്പൊ ഈ പോയിന്റ് കണ്ടു ചെയ്യാം. അപ്പൊ എന്ത് ചെയ്തു? കോംപ്ലക്സ് ഓഫ് സോഷ്യൽ ഓർഗനൈസേഷൻ. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് അവർ അഗ്രികൾച്ചറിന്റെ നോൺ അഗ്രേറിയൻ ആക്ടിവിറ്റീസ് ഒക്കെ എന്ത് ചെയ്ത് തുടങ്ങാൻ തുടങ്ങിയത്? ഡൊമസ്റ്റിക്കേഷൻ ഓഫ് അനിമൽസ്. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ആഫ്റ്റർ എന്ത് ചെയ്തു? നവീന ശിലായുഗത്ത് വന്നു. അതുകൊണ്ടാണ് ഗോർഡൻ ചൈൽഡ് എന്ന വ്യക്തി നിയോലിത്തിക് റവല്യൂഷൻ വിളിക്കാറ്. വലിയ ചേഞ്ചുകളാ. എന്തൊക്കെ ചേഞ്ചുകളാ ചോദിച്ചാൽ ഇത്ര ചേഞ്ചുകൾ. ആ ചേഞ്ചുകൾ കൃത്യമായിട്ട് എൻ്റെ മക്കൾ മനസ്സിലാക്കിക്കുക. ഒന്ന്, ഡൊമസ്റ്റിക്കേഷൻ ഓഫ് അനിമൽസ്, അഥവാ മൃഗങ്ങളെ ഇണക്കി വളർത്തി. ബിഗിനിങ് ഓഫ് അഗ്രികൾച്ചർ, കൃഷി ആരംഭിച്ചു. വീവിങ്, നെയ്ത്ത് ആരംഭിച്ചു. പോട്രി മേക്ക്, മൺപാത്ര നിർമ്മാണം തുടങ്ങി. അഗ്രേറിയൻ വില്ലേജ് സ്റ്റാർട്ട് ചെയ്തു. കാർഷിക ഗ്രാമങ്ങളുടെ ആരംഭങ്ങൾ എന്ത് ചെയ്തു? കുറിച്ചു. പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ, ചിലപ്പോൾ സ്ഥലങ്ങൾ മാത്രം എൻ്റെ മക്കൾക്ക് എക്സാം ചോദിക്കാറുണ്ട്. ജെറീക്കോ ഇവിടെ മനസ്സിലാക്കി വെച്ചോളി, പാലസ്തീൻ അല്ലെങ്കിൽ ഫലസ്തീൻ എന്ന് പറയും. ജാർമോ ഇറാഖാണ്. അലിഗോഷ് ഇറാനാണ്. മെഹർഗർ പാകിസ്ഥാനാണ്. ഞാൻ ചോദിക്കട്ടെ, ഇത് നിങ്ങൾ ഷോർട്ടാക്കി മനസ്സിലാക്കി തരാൻ ഷോർട്ട് കട്ട് വേണമെങ്കിൽ അമീൻ സാർ മുത്താണ്, കൽബാണ്, പാലാണെന്ന് ജസ്റ്റ് കമന്റ് ചെയ്തോളി. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്നത്തെ A1 ലൈവിൽ നിങ്ങൾക്ക് ഷോർട്ടാക്കി പറഞ്ഞു 100%. നിങ്ങൾക്ക് ഏതൊക്കെ ഷോട്ട് വേണോ അതും കമന്റ് ചെയ്തോളി. നിങ്ങൾ ഒറ്റ കാര്യം, ലൈക്ക് അടിക്കാത്തവരൊന്ന് ലൈക്ക് അടിച്ചാൽ മാത്രം മതി. ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളെ ഫ്രണ്ട്സ് അറിയാത്ത നവീന ശിലായുഗം കഴിഞ്ഞു. ഇതുവരെ നവീന ശിലായുഗം തലയിലാക്കിയ ആൾക്കാർ ഇത്ര മതി. നിങ്ങൾ എക്സാം സമയത്ത് ഇത്ര കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ മതി. പിന്നെ നിങ്ങൾക്ക് ചോദിക്കുക, ശിലായുഗം മാറിയിട്ട് പിന്നെ ആദ്യമായിട്ട് എന്ത് വരികയാണ്? മെറ്റൽ തുടങ്ങുക. ആദ്യം വന്ന മെറ്റൽ ഏതാ അറിയോ? കോപ്പറാണ്. എന്താണ് കോപ്പറിന്റെ അഡ്വാൻറ്റേജ്? കല്ലിന് പകരം കോപ്പർ ആയപ്പോൾ അഡ്വാൻറ്റേജസ് എന്തൊക്കെയെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയേക്കണം. നോക്കളി, ക്യാൻ ബി ചേഞ്ച്ഡ് ഇൻ ടു സ്യൂട്ടബിൾ ഷേപ്പ് ഓഫ് ഫോം, അനുയോജ്യമായ ആകൃതിയിൽ രൂപത്തിൽ മാറ്റാനാകും. പിന്നെ ഡ്യൂറബിലിറ്റി, കൂടുതൽ കാലം നിലനിൽക്കും. ഈവൻ ഇഫ് ഇറ്റ്സ് ഡാമേജ് ഇറ്റ് ക്യാൻ ബി ബ്രോട്ട് ബാക്ക് ടു ഒറിജിനൽ സ്റ്റേറ്റ് ത്രൂ ദ പ്രോസസ്സിംഗ്. കേടുപാടുകൾ സംഭവിച്ചാലും സംസ്കരണത്തിലൂടെ പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ക്യാൻ ബി റീയൂസ് ചെയ്യാൻ പറ്റും. ഇറ്റ് വിൽ ബി ഈസിയർ ടു യൂസ്, ഉപയോഗം കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റും? എളുപ്പമാക്കാനും പറ്റും. ഇനി ഇത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഒറ്റ ചോദ്യം കൂടി വരാൻ വേണ്ടി പോകുന്നത്, ഹരപ്പൻ സംസ്കാരത്തെ ഇന്ത്യൻ ചരിത്രത്തിലെ ഒന്നാം നഗരവൽക്കരണം എന്ന് വിളിക്കാൻ കാരണം. നഗരവൽക്കരണം തുടങ്ങുന്നത് ഏത് ഏജിലാണ് മക്കളെ? ബ്രൗൺസ് ഏജിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബ്രൗൺസ് ഏജിലാണ് ആദ്യമായിട്ട് അർബൻ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ അർബൻ ലൈഫ് സ്റ്റാർട്ട് ചെയ്തതിന് എക്സാമ്പിൾ ആണ് ഇന്ത്യയിൽ ഏത്? ഹരപ്പൻ സിവിലൈസേഷൻ. വൈ? എന്തുകൊണ്ട് വെച്ചാൽ ഈ ഹരപ്പൻ സിവിലൈസേഷനിൽ ബ്രൗൺസ് ഏജിന്റെ സവിശേഷതകൾ മൊത്തം ഉണ്ട്.
ബ്രൗൺ സേജ് സജഷൻ ദ വൈഡ് സ്ട്രീറ്റ് പബ്ലിക് ബിൽഡിങ്സ്, അതേപോലെ തന്നെ ഡെൻസിലി പോപ്പുലേറ്റഡ് ഏരിയാസ് ഇനി ഓൾസോ ഹരപ്പൻ സിവിലൈസേഷൻ നമുക്ക് കാണാൻ പറ്റും. വെൽ പ്ലാൻഡ് സിറ്റീസ് ഉണ്ടായിരുന്നു, പബ്ലിക് ബിൽഡിങ്സ് ഉണ്ടായിരുന്നു, ഗ്രേറ്റ് ബാത്ത് ഹൗസസ് ഉണ്ടായിരുന്നു, സ്ട്രീറ്റ്സ് ഉണ്ടായിരുന്നു, ഡ്രൈനേജ് സിസ്റ്റം ഉണ്ടായിരുന്നു, ഗ്രനേറീസ് ഉണ്ടായിരുന്നു, പ്രസൻസ് ഓഫ് വേരിയസ് ടൈപ്പ് ഓഫ് ഗ്രാഫ്റ്റും ട്രേഡും ക്ലിയർ എവിഡൻസ് ഓഫ് അർബനൈസേഷൻസ് നമുക്ക് കൃത്യമായിട്ട് ഹരപ്പൻ സിവിലൈസേഷൻ കാണാൻ പറ്റും. അഥവാ ആസൂത്രിതമായ നിർമ്മിച്ച കെട്ടിടങ്ങള്, വലിയ കുളങ്ങള്, വീടുകള്, തെരുവീതികള്, അയക്കുചാലുകള്, ധാന്യപുരകളൊക്കെ നമുക്ക് ഈ ബ്രൗൺ സേജിൽ കൃത്യമായിട്ട് കാണാൻ പറ്റും. ഇനി എപ്പോഴും പറയാറുണ്ട്, കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ വിചാരിച്ചു വേദിക് ഏജ് ആയിരിക്കും എക്സാമിന് വരിക, വേദിക് ഏജ് എക്സാമിന് വരിക എന്നുള്ളത്. പക്ഷെ 2 കൊല്ലമായിട്ട് ഈ വേദിക് ഏജ് എക്സാമിന് ചോദിക്കുന്നില്ല. അപ്പൊ എന്റെ മനസ്സ് പറഞ്ഞു 2026 ഓൺ എക്സാം ചോദിക്കുക വേദകാലഘട്ടം. ബട്ട് മണിന്റെ ലൈവില് ഞാനത് പക്ക ഷോർട്ട് ആക്കിയിട്ട് പറഞ്ഞുതരാം നിങ്ങൾക്ക്. ഇനി ഈ ചാപ്റ്റർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഈ ചാപ്റ്റർ ടഫുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഒരു കൈ പൊക്കുന്ന ഇമോജി, ഒരു പച്ചക്കൽ ഇടണേ. അത് മാത്രല്ല, ഇന്ന് 7 മണിന്റെ ലൈവില് ഞാൻ ഏതാണ് ആദ്യം എടുക്കേണ്ടത്, ഈ ചാപ്റ്റർ ആണോ ഒന്നാമത്തെ ചാപ്റ്റർ ആണോ എന്ന് പറയണേ, അതിനനുസരിച്ച് മാറ്റിത്തരാം. ഓക്കെ, ഈ ചാപ്റ്റർ ഞാൻ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഈ ചാപ്റ്റർ വായിച്ചപ്പോൾ ഞങ്ങൾ മനസ്സിലാവില്ല. ആദ്യം ഇതിൽ എന്തൊക്കെ പഠിക്കാണ്ട് നോക്കാം. ഇതിൽ ഭരണഘടനയുടെ അധികാരങ്ങളെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പൊ ഭരണഘടന എങ്ങനെ ഉണ്ടാക്കിയെന്ന് പഠിക്കണം, അതിൽ എന്തൊക്കെ അധികാരങ്ങൾ പഠിക്കണം. ഭരണഘടന എങ്ങനെ ഉണ്ടാക്കി എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതിൽ അധികാരങ്ങളാണ് പ്രധാനമായിട്ട് ഇത്രയും പഠിച്ചാൽ. ഭരണഘടന എങ്ങനെ ഉണ്ടാക്കിയത്, ആദ്യം ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഭരണഘടന കൊണ്ടുവരാൻ തീരുമാനം കൊടുക്കുന്നത് ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ. അങ്ങനെ ഭരണഘടന ഉണ്ടാക്കാൻ തീരുമാനിച്ചു, അതെങ്ങനെ നിർമ്മിച്ചു, അതിന്റെ സവിശേഷത എന്തെല്ലാം, ഇതാണ് പഠിക്കേണ്ടത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഫെഡറലിസം. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം എക്സാമിന് ഫെഡറലിസം ചോദിച്ചത്. ഈ പ്രാവശ്യം എന്താണെന്നല്ലേ കണ്ടോളി, ഇത് മൊത്തം കണ്ടോളി, ഞാൻ പറയാൻ വേണ്ടി പോവാണ്. പിന്നെ എന്താണ് ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ഇതിൽ എന്തൊക്കെ ചോദ്യം വരും. ഒന്നാമത്തെ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ കുറേ നിങ്ങളെ പേജിലുണ്ട്, അത് നിങ്ങൾക്ക് ചോദ്യം ചോദിക്കുക. ഇതാണ് നിങ്ങളുടെ ബുക്കിലെ ചോദ്യമാണ്. 2 മാർക്കിനോ 3 മാർക്കിനോ നിങ്ങൾ കാണാൻ പറ്റും. ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് വെച്ചിട്ടുള്ള ഏതൊക്കെ ആശയങ്ങളാണ് ലക്ഷ്യപ്രമേയത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സിമ്പിളായിട്ട് ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി, equality before law, ഫണ്ടമെന്റൽ ഫ്രീഡം ഓഫ് സ്പീച്ച്, എക്സ്പ്രഷൻസ്, ഇതൊക്കെ പറയുന്നതാണ് നമ്മളുടെ ലക്ഷ്യപ്രമേയത്തിൽ ജനങ്ങൾക്ക് നൽകാമെന്ന് നെഹ്റു വാക്ക് കൊടുത്ത സാധനങ്ങളാണ്. ഈ ലക്ഷ്യപ്രമേയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഭരണഘടന ഉണ്ടാകുന്നത്. ആ ഭരണഘടനയുടെ അധികാര വിന്യാസമാണ് നിങ്ങൾക്ക് എക്സാമിന് ഏറ്റവും കൂടുതൽ ചോദിക്കുക. കഴിഞ്ഞ വർഷം കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് വരെ ചോദിച്ചിട്ടുള്ളൂ. ഈ പ്രാവശ്യം എവിടെ വരുന്ന അറിയില്ല, കുറച്ച് നേരത്തെ ആയതുകൊണ്ട് ചിലപ്പോൾ അമെന്റ്മെന്റ് വരെ ആയിരിക്കാം, അല്ലെങ്കിൽ മൊത്തം ഉണ്ടാവും. അതിന് മുന്നേ ഫെഡറലിസം വരെ ചോദിച്ചിട്ടുള്ളൂ. അതിൽ എപ്പോഴും ഇമ്പോർട്ടന്റ് ഫെഡറലിസം. നിങ്ങൾ അറിയണ്ടേ എന്താ, ഈ 3 ചോദ്യത്തിന് ആൻസർ കിട്ടിയാൽ മതി. നിങ്ങൾ ഫെഡറലിസം പഠിക്കുമ്പോൾ നമ്മൾ പറ്റും, നിങ്ങൾക്ക് അങ്ങനത്തെ പ്രശ്നം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കമന്റ് ചെയ്തോളെ. സർ ഞാനൊക്കെ പഠിക്കും, പക്ഷെ ഇത് എങ്ങനെ ചോദ്യം വരിക, അല്ലെങ്കിൽ ഇത് പഠിച്ചത് എങ്ങനെ ഓർക്കേണ്ടി എനിക്ക് അറിയാത്ത ആൾക്കാരുണ്ട്. സിമ്പിൾ ആയിക്ക, ആ ഒരു ചോദ്യത്തെ നിങ്ങൾ 3 ക്വസ്റ്റ്യൻ ആക്കുക. എന്താണ് ഫെഡറലിസം, വാട്ട് ഈസ് ഫെഡറലിസം, എന്തൊക്കെ ഫീച്ചർ, എന്തൊക്കെയാണ് അതിന്റെ സവിശേഷതകള്, എന്തൊക്കെയാണ് അതിന്റെ ഉദാഹരണം, ഇതറിഞ്ഞാൽ മതി. എന്താണ് ഫെഡറലിസം എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കിയേക്ക. ഫെഡറലിസം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഗവൺമെന്റ് അധികാരം ഉണ്ടല്ലോ, ആ അധികാരം ചില രാജ്യങ്ങളിൽ ഒറ്റയ്ക്ക തീരുമാനിക്കാം. ഇപ്പൊ ഒരു പ്രസിഡന്റ് ഉണ്ടെങ്കിൽ ആ പ്രസിഡന്റാണ് ഫുൾ കാര്യം നിയന്ത്രിക്കുക, പ്രസിഡന്റ് മാത്രമേ ഉള്ളൂ. ബട്ട് ഇന്ത്യയിൽ മാറ്റമുണ്ട്. ഇന്ത്യയിൽ ആ സിസ്റ്റത്തെ വിളിക്കുന്നവരെ ഫെഡറലിസം. ഇന്ത്യയിൽ ആ പവർ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിവൈഡഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ് ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്. അഥവാ ഇവിടെ എന്ത് ചെയ്യും, അധികാരം സംസ്ഥാന ഗവൺമെന്റിനും കേന്ദ്ര ഗവൺമെന്റിനും അധികാരം വിഭജിച്ച് കൊടുത്ത സിസ്റ്റമാണ്. ആ സിസ്റ്റത്തെ വിളിക്കുന്ന പേരാണ് ഫെഡറലിസം. അതുകൊണ്ടാണ് ഇവിടെ മുഖ്യമന്ത്രിക്ക് തീരുമാനം എടുക്കാനും പ്രധാനമന്ത്രിക്ക് തീരുമാനം എടുക്കാനുള്ള ഒരു അധികാരം ഉണ്ട്. അല്ലെങ്കിൽ മുഖ്യമന്ത്രി തീരുമാനത്തിന് പ്രധാനമന്ത്രി പറഞ്ഞിട്ട് ആ മാറ്റം ഇറങ്ങണ്ടോ, പറ്റൂല. ഓരോരുത്തർക്കും അധികാരം മാറ്റിക്കൊടുത്ത സിസ്റ്റത്തെ വിളിക്കുന്നവരാണ് ഫെഡറലിസം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഫെഡറലിസം മനസ്സിലാച്ചല്ലോ. അപ്പൊ ഫെഡറലിസം ഡെഫിനിഷൻ കേൾക്കുമ്പോൾ എത്ര ഉണ്ട്, ഫെഡറലിസം ഈസ് ദ ഷെയർ ദ പവർ ബിറ്റ്വീൻ ആരൊക്കെയാണ്, സെൻട്രൽ ഗവൺമെന്റ് ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്. അയ്യവ നിങ്ങളെ ബുക്കിൽ കുറേ ഉണ്ട്, ഇത് മതി. അപ്പൊ അതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ ഒരു കോമൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാവും. മാത്രമല്ല സോവജിനിറ്റി ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടനയ്ക്ക് ഒരു എന്തുണ്ടാവും, പരമാധികാരം ഭരണഘടനയ്ക്കും സിംഗിൾ സിറ്റിസൺഷിപ്പ് ഉണ്ടാവാം. മാത്രമല്ല അപ്പർ ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ഒക്കെ നടത്താൻ അപ്പർ ആൻഡ് ആർക്കേക്കും സെൻട്രലിനേക്കും. മാത്രമല്ല ഡിവിഷൻ പവർ സെൻട്രലും സ്റ്റേറ്റിനും കൊടുത്തിട്ടുണ്ടാവും, പക്ഷെ മോർ പവർ ആർക്കേക്കും അപ്പം ഉണ്ടാവുക, സെൻട്രലിനേക്കും ഉണ്ടാവുക. ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ ഈ 3 പോയിന്റ് ഒരുമിച്ച് പഠിക്കുക. ഈ 3 പോയിന്റ് നിങ്ങൾ ഒരുമിച്ച് പഠിക്കുക, ഏത് മതി, 6 പോയിന്റ് മതി. അതിന് ഷോർട്ട് ഞാൻ എന്ത് ചെയ്യുക, ആക്കി തരാം. കൃത്യമായിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ പുറത്തെടുത്തിട്ട് എഴുതി തരാം, അത് മാറ്റി തരും. ഈ 6 പോയിന്റ് പഠിച്ചേക്കുക. പിന്നെ ബൈക്കാമൻ ലെജിസ്ലേച്ചർ, കോസി ഫെഡറലിസം, നിങ്ങൾക്ക് 4 മാർക്കിനൊക്കെ മാക്സിമം ചോദിക്കുള്ളൂ. അപ്പോൾ ഒരു 5 6 പോയിന്റ് പഠിച്ചേക്കാം. എന്നാൽ എക്സാമുകൾ എത്തുമ്പോഴെങ്കിൽ നിങ്ങൾക്ക് 6 പോയിന്റ് പഠിച്ചത് 5 ഓർമ്മ വരുള്ളൂ, എന്നാൽ 4 ശരിയാവുള്ളൂ. ഓക്കെ, അപ്പൊ അത് കൃത്യമായിട്ട് മക്കൾ എന്ത് ചെയ്യുക, പഠിക്കാൻ നോക്കുക. ഇതാണ് കേട്ടോ, നോക്കിയോളി. ഭരണഘടന എടുക്കുക, ഞാൻ ഇത് കാണിച്ചു തരാം. ഭരണഘടന എടുക്കുക, ഭരണഘടന പ്രത്യേക വെക്കുക. പരമാധികാരമുള്ള ഭരണഘടനയാണ്.
നമുക്ക് ഭരണഘടനയ്ക്ക് ഒരു പരമാധികാരം ഉണ്ടാവണം, പരമാധികാരം. പിന്നെ എന്താണ്, ഒരു പൊതു ഭരണഘടനയ്ക്കും പിന്നെ ഏക പൗരത്വം ഉണ്ടാവും. ഇത് ഈമ പഠിക്കാം. ഇനി സെൻട്രൽ കേന്ദ്രത്തിന് അധികാരം വിഭജിച്ചിട്ടുണ്ടാവും, എന്നാൽ മോർ പവർ ആർക്കേക്കും ഉണ്ടാവുക, കൂടുതൽ അധികാരം ആർക്കുണ്ടാവുക, കേന്ദ്രത്തിനേക്കും. ഇനി കേന്ദ്രത്തിന് അടുത്തൊരു സവിശേഷത ഉണ്ട്, എന്ത് ചെയ്യാൻ പറ്റും, ഭരണഘടനാ ഭേദഗതിയിൽ അധികാരത്തിൽ കേന്ദ്രത്തിനേക്കും മേൽക്കൈ ഉണ്ടാവുക. അഥവാ ആ 3 പോയിന്റുകൾ കണക്ട് ചെയ്താൽ മതി. പിന്നെ ദ്വിമണ്ഡല നിർമ്മാണ സഭയുണ്ട്, കോസ്റ്റ് ഉണ്ട്, അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കാം. പിന്നെ ഞങ്ങൾ പഠിച്ച കണ്ടാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ലോക്സഭ ആൻഡ് രാജ്യസഭ. അത് കൃത്യമായിട്ട് ഞാൻ എന്ത് ചെയ്തു, ഷോർട്ടാക്കി തന്നിട്ടുണ്ട്. ഈ പോയിന്റ് ബാക്കിയുള്ള പഠിച്ചു വെക്കാം. 543 ആൾക്കാരെ ഡയറക്ട്ലി എലക്ട് ചെയ്യുക, മാക്സിമം 550 ആൾക്കാർ എന്ത് ചെയ്യുള്ളൂ പറ്റുള്ളൂ. 5 വർഷമാണ് എന്ത് അവർക്ക് കാലാവധി ഉണ്ടാവുക. 25 വയസ്സായാലും അവർക്ക് അങ്ങോട്ട് മത്സരിക്കാൻ പറ്റുള്ളൂ. കണ്ടോ, ഇത്രയും ഡേറ്റിങ്ങൾ പഠിച്ചോളി. 543 ആൾക്കാർ എലക്ട് ചെയ്യും, മാക്സിമം 550 ആൾക്കാരെ പറ്റും. 5 വർഷമാണ് കാലാവധി, 25 വയസ്സാണ്. 5 അതിലെന്ത് ചെയ്യുക, കൂട്ടി കൊടുക്കുക. ഈ ഹൗസിനെ ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ് എന്ന് വിളിക്കും. മാത്രം എലക്ടഡ് 5 years ആണ്. പ്രിസൈഡ് ചെയ്യില്ല, അവിടെ അധ്യക്ഷ വഹിക്കൽ ആരാണ്, നമ്മൾ സ്പീക്കറാണ്. ലോക്സഭ കഴിഞ്ഞു, രാജ്യസഭ 238 ആൾക്കാർ സെലക്ട് ചെയ്യും, 12 ആൾക്കാർ നോമിനേറ്റ് ചെയ്യും. 238 + 12 കൂട്ടുകയാണെങ്കിൽ ടോട്ടൽ 250 ആൾക്കാരെ ആ ഹൗസിൽ ഉണ്ടാവുള്ളൂ. 6 വർഷമാണ് ആ ഹൗസിന്റെ കാലാവധി ഉണ്ടാവുക. 30 വയസ്സായാലും അങ്ങോട്ട് മത്സരിക്കാൻ പറ്റുള്ളൂ. റെഡി, മനസ്സിലാക്കി വെച്ചോളി. മാത്രമല്ല ഇതിനെ പെർമനന്റ് ഹൗസ് വിളിക്കും, സംസ്ഥാനങ്ങളെ കൗൺസിൽ വിളിക്കും. ഇവിടെ അധ്യക്ഷ വഹിക്കൽ വൈസ് പ്രസിഡന്റ് ആണ്. എന്ത് ചെയ്യുക, എന്റെ മക്കൾ മനസ്സിലാക്കി വെക്കുക. ഇതാണ് 2 സഭകൾ എന്നുള്ളത്. ഇനി ഞാൻ പറയുന്നത്, കഴിഞ്ഞ വർഷം ഫെഡറലിസം ചോദിച്ചു, അപ്പൊ ഈ പ്രാവശ്യം എന്ത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ഈ ബില്ലുകൾ നന്നായിട്ട് പഠിച്ചേക്കാം. ഈ സഭകളൊക്കെ എന്തിനാണ്, ബില്ലുകൾ പാസ്സാക്കി നിയമം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഈ ബില്ല് നിയമമാക്കി മാറ്റിയിട്ട് ആ നിയമം ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ സഭകളൊക്കെ. ആ നിയമം ബില്ലാക്കുന്നതിനാൽ ബില്ലുകൾ 3 രീതിയിലുണ്ട്, ഗവൺമെന്റ്, പ്രൈവറ്റ്, മണി ബില്ല്. സിമ്പിളായിട്ട് മന്ത്രിമാർ അവതരിപ്പിക്കുന്ന ബില്ല്, മിനിസ്റ്റേഴ്സ് അവതരിപ്പിക്കുന്ന ബില്ലിനെ വിളിക്കുന്ന പേരാണ് ഗവൺമെന്റ് ബില്ല്. മിനിസ്റ്റേഴ്സ് അല്ലാത്ത MP-മാർ അവതരിപ്പിക്കുന്ന ബില്ലിനെ വിളിക്കുന്ന പേരാണ് പ്രൈവറ്റ് ബില്ല്. മണി ബില്ല് എന്ന് പറഞ്ഞാൽ ലോകസഭയിൽ മാത്രം ലോകസഭയിൽ ആദ്യം അവതരിപ്പിക്കുന്ന ബില്ലാണ് ധനബില്ല്. സിമ്പിൾ. ഞാൻ അതിന്റെ ഷോർട്ട് ഇങ്ങനെ ഇതാ, അത്രയേ ഉള്ളൂ, നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അത്രയേ ഉള്ളൂ, നിങ്ങൾ ചെറുതാക്കി പഠിച്ചേക്ക്. അടുത്താണ് ഭരണഘടനാ ഭേദഗതി. 2026 ഓണം എക്സാമിന് എന്റെ മൈൻഡിൽ വരുന്ന സാധനം ഈ ഭരണഘടനാ ഭേദഗതി ചോദിക്കുക. ഈ ഭേദഗതിയിലെ ഈ സാധനം കൃത്യമായിട്ട് മനസ്സിലാക്കുക. ആർട്ടിക്കിൾ 368 പ്രകാരമാണ് പാർലമെന്റ് ഭേദഗതികൾ അധികാരം ചെയ്തിരിക്കുന്നത്. ഈ ഭേദഗതികൾ പഠിക്കണം. സിമ്പിളാണ്. 3 രീതിയുണ്ട്, അയവുള്ള ഭേദഗതി ഉണ്ട്, ദൃഢമായ ഭേദഗതി ഉണ്ട്, അതിദൃഢമായ ഭേദഗതി ഉണ്ട്. അഥവാ നമ്മൾ ഭരണഘടന ഭേദഗതി ചെയ്യാൻ പറ്റും, ചിലത് ആഡ് ചെയ്യാൻ പറ്റും, ചിലത് ഒഴിവാക്കാൻ പറ്റും. ഇപ്പൊ വിദ്യാഭ്യാസ അവകാശം നമ്മൾ ആഡ് ചെയ്ത സാധനം, പണ്ട് സ്വത്തവകാശം ഇത് ഒഴിവാക്കിയ അവകാശം, അങ്ങനെ ഓരോ അവകാശം ആഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനെ എല്ലാം പെട്ടെന്ന് ചെയ്യാൻ പറ്റും ഇല്ല. ആ ഭേദഗതിക്ക് നമ്മൾ കുറെ ക്രൈറ്റീരിയ ഉണ്ട്. ഇപ്പൊ നമ്മൾ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പൊ സബ് ജില്ലയ്ക്ക് മത്സരിക്കാൻ സിമ്പിളേക്കും, പക്ഷെ ജില്ലയ്ക്ക് പോകണമെങ്കിൽ കുറച്ചുകൂടി നമ്മൾ ടൈറ്റ് ആക്കി ഒന്നുകൂടി പ്രാക്ടീസ്. സ്റ്റേറ്റ് എത്തുമ്പോൾ ഒന്നും കൂടി മാറണ്ടേ, ഓരോ കാറ്റഗറിക്ക് വ്യത്യാസമുണ്ട്. ഇതേപോലെ തന്നെ അല്ലൊരു ബിരിയാണി എടുക്കാം, നിങ്ങൾക്ക് ബിരിയാണി അറിയിക്കാം. ബിരിയാണിന്റെ എല്ലായിടത്തും ഒരേ ടേസ്റ്റ് കിട്ടോ, ബിരിയാണിന്റെ ഏറ്റവും മുകൾ ഭാഗം നല്ല ടേസ്റ്റ് ആയിരിക്കും, താഴെ തട്ടിലെത്തുമ്പോൾ ടേസ്റ്റ് കുറയും. ഇതേപോലെ ഒരു നിയമം എടുക്കുകയാണെങ്കിൽ നിയമത്തിന് മാറ്റം വരുത്തേണ്ട പല രീതിയിലെ ഘട്ടങ്ങളുണ്ട്. അതിൽ ഒന്നാണ് അയവുള്ള ഭേദഗതി. അതുപോലെ ഈ സംസ്ഥാനങ്ങളുടെ പേര് മാറ്റുക, അതിരുകള്, പൗരത്വം തുടങ്ങിയൊക്കെ മാറ്റണമെങ്കിൽ കേവല ഭൂരിപക്ഷം സാധാരണ നിയമനിർമ്മാണം വഴി പറ്റും. സിമ്പിളാണ്, നോക്കിക്കോട്ടോ. ഈ ഫ്ലെക്സിബിൾ അമെന്റ്മെന്റ് പറഞ്ഞാൽ ഈ നെയിം ഓഫ് സ്റ്റേറ്റ്, ബൗണ്ടറി, സിറ്റിസം ഒക്കെ മാറ്റണമെങ്കിൽ സിമ്പിളാണ്, സിമ്പിൾ മെജോറിറ്റി ത്രൂ എന്ത് ചെയ്യാൻ പറ്റും, മാറ്റാൻ പറ്റും. ബട്ട് റിജിഡ് അമെന്റ്മെന്റ് നോക്കിയോട്ടോ, ബോത്ത് ഹൗസസ് ഓഫ് പാർലമെന്റ് റിക്വയർഡ് ചെയ്യണം. അതായത് ഫണ്ടമെന്റൽ റൈറ്റ്സോ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിലൊക്കെ എന്തെങ്കിലും ചേഞ്ച് ചെയ്യണമെങ്കിൽ, എഡ്യൂക്കേഷൻ ആഡ് ചെയ്യുക, റൈറ്റ് ടു പ്രോപ്പർട്ടിക്ക് ഒഴിവാക്കണം, എന്ന അവകാശങ്ങൾ ഒഴിവാക്കണം, അതൊക്കെ വലിയ കാര്യങ്ങളാണ്. അത് ചെയ്യണമെങ്കിൽ ലോകസഭയിൽ നിന്ന് രാജ്യസഭയിലും എന്ത് ചെയ്യണം, വോട്ട് എടുത്തിട്ട് അതിൽ ഭൂരിപക്ഷം കിട്ടിയാലും എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിൽ ചേഞ്ച് വരുത്താൻ പറ്റുള്ളൂ. റിജിഡ് അമെന്റ്മെന്റ്. ഇനി അടുത്ത മോർ റിജിഡ് അമെന്റ്മെന്റ് പ്രത്യേകിച്ച് ഈ ഡിവിഷൻ ഓഫ് പവർ ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്, റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട്, അതൊക്കെ മാറ്റണമെങ്കിൽ ഇപ്പൊ കേന്ദ്രത്തിന് മാത്രം അധികാരങ്ങളുണ്ട്, ആ അധികാരം കേന്ദ്രത്തിന് മാത്രം എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ പറയാണ് ഡിഫൻസ്, പ്രതിരോധം, ഓരോ സംസ്ഥാനത്തിനും ഓരോ പ്രതിരോധ ടീമിനുണ്ടാക്കാം. പോലീസിനെ പുറമെ എന്ത് ചെയ്യുക, ആർമിനെ ഓരോ സംസ്ഥാനത്തിനും വെക്കാന്നൊരു നിയമം കൊണ്ടുവരിക. അങ്ങനെ നിയമം കൊണ്ടുവരണമെങ്കിൽ അതൊക്കെ വലിയ നിയമം, സെൻട്രലിന് മാത്രം അധികാരം എന്ത് ചെയ്യുക, സ്റ്റേറ്റിന് കൊടുക്കുകയാണെങ്കിൽ അത് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം അറിയോ, സ്പെഷ്യൽ മെജോറിറ്റി ഓഫ് ബോത്ത് ഹൗസ് ഓഫ് പാർലമെന്റ്, ലോക്സഭേന്റെയും രാജ്യസഭേന്റെയും വേണം. പുറമെ നോക്കിക്കോളിട്ടോ, ലെസ് ദാൻ ഹാഫ് ഓഫ് ദ സ്റ്റേറ്റ്, പകുതിയിൽ കുറയാത്ത സംസ്ഥാനങ്ങൾ എന്ത് ചെയ്യണം, അത് അംഗീകരിച്ചാലേ മാറ്റാൻ പറ്റുള്ളൂ. പ്രത്യേക ഭൂരിപക്ഷത്തോടൊപ്പം പകുതിയിൽ കുറയാത്ത സംസ്ഥാനങ്ങൾ അംഗീകാരം കൂടി ഉണ്ടെങ്കിൽ കേന്ദ്ര സംസ്ഥാന അധികാരങ്ങൾ, ജനവിഭജനമൊക്കെ കൃത്യമായിട്ട് മാറ്റാൻ പറ്റുള്ളൂ. ഇത് മൊത്തം ഞാൻ ഷോർട്ടാക്കിയിട്ട് എഴുതി തരുന്നുണ്ട്. ലൈവ് ഈവനിങ് ലൈവ് ആട്ടോ. ഞാൻ ലൈവിൽ വരാൻ പറയാൻ കാരണം, ലൈവിൽ നിങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്നേക്കാൾ അടിപൊളിയായിട്ട് നമുക്ക് അവിടെ പഠിക്കാൻ പറ്റും.
സോ എല്ലാവരും വരിക, നമുക്ക് അടിപൊളിയാക്കണം. ഇനി കാര്യനിർവഹണ വിഭാഗം, ഇതിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഓരോ കാര്യനിർവഹണ വിഭാഗത്തിലെ പ്രധാനപ്പെട്ട ആൾക്കാരുണ്ട്. രാഷ്ട്രപതിനെ കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. രാഷ്ട്രപതിന്റെ ഈ ഒരു സാധനങ്ങൾ ഒഴിവാക്കാം, ബാക്കി നിങ്ങൾ കൂട്ടിയെടുത്താൽ മതി. ആരൊക്കെ അപ്പോയിന്റ്മെന്റ് ഉണ്ട്? പ്രൈം മിനിസ്റ്റർ ആൻഡ് മിനിസ്റ്റേഴ്സ്, അപ്പോയിന്റ്മെന്റ് ചീഫ് ജസ്റ്റിസ് ആൻഡ് ജഡ്ജസ്, നോമിനേറ്റ് 12 മെമ്പേഴ്സ് ഇൻ രാജ്യസഭ, ആക്ട് ആസ് എ സുപ്രീം കമാൻഡർ ഓഫ് ആംഡ് ചീഫ്സ്, ഗീവ് അസിസ്റ്റ് ബിൽ പാസ് ഓഫ് ദ പാർലമെന്റ്, ഡിക്ലെയർ എമർജൻസി ഓഫ് കൺട്രി നീഡർ, ആവശ്യം അനുസരിച്ച് എന്ത് ചെയ്യുന്ന അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നു, ടേക്ക് എ ഡിസിഷൻ മെർസി പെറ്റീഷൻ. ഈ കാര്യങ്ങൾക്ക് ഉൾപ്പെട്ടതാണ്. ഇത്രയും പോയിന്റ് വേണ്ട, 4 പോയിന്റ് പഠിച്ചത്. അപ്പോയിന്റ്മെന്റ് ഓഫ് മിനിസ്റ്റർ, അപ്പോയിന്റ്മെന്റ് ഓഫ് പ്രൈം മിനിസ്റ്റർ, അപ്പോയിന്റ്മെന്റ് ഓഫ് ജഡ്ജസ്, അപ്പോയിന്റ്മെന്റ് ഓഫ് ചീഫ്, എല്ലാവരും അപ്പോയിന്റ്മെന്റ് ചെയ്യാം. ഒരു ഏകദേശം ആൾക്കാർ എടുക്കുക. അടുത്ത് എന്ത് ചെയ്യുക? ആക്ട് ആസ് സുപ്രീം കമാൻഡർ, ഗീവ് ബിൽ അസിസ്റ്റ് എന്ത് പാർലമെന്റ്, ടേക്ക് എ മേഴ്സി പെറ്റീഷൻ. 6 പോയിന്റ് നമുക്ക് അല്ലാണ്ട് തന്നെ കിട്ടും. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. സോ ഞാൻ ഇപ്പം പറഞ്ഞ ചോദ്യങ്ങൾ കൃത്യമായിട്ട് എൻ്റെ മക്കളെ പഠിച്ചിട്ട് ഇതൊക്കെ ചോദിക്കും. ഇതേപോലെ ഒന്നുകൂടി ജുഡീഷ്യറിന്റെ അപ്പീലേറ്റ് ജുഡീഷ്യറി ആ സാധനം ഉണ്ടല്ലോ, അത് ജുഡീഷ്യറിന്റെ സവിശേഷത കണ്ടല്ലോ, അതും എൻ്റെ മക്കൾ നോക്കി വെക്കണം കേട്ടോ. സോ മക്കളെ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും എൻ്റെ മക്കളെ കമന്റ് ചെയ്യുക, നല്ല അടിപൊളി കമന്റ് ഇടുക. മാത്രമല്ല ലൈക്ക് അടിക്കുക. ഇതും നിങ്ങളെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക. ഒന്നും പഠിക്കാതെ പോണവനേക്കും ഓനൊന്ന് അയച്ചു കൊടുക്കുക. ഇതെങ്കിലും പഠിച്ചിട്ട് പോകാൻ പറയാം. രാത്രി 7 മണിക്ക് പോവാ, ബാക്കി നമ്മൾ അവിടെ തകർക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച്.